Good morning. Today we are going to discuss about correction in mean. The process of calculating the correct mean value is very simple. From the total of the values, the incorrect values are first subtracted and then the correct values are added. This total is divided by the number of items to get the correct value of the mean. നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന മീൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് മീൻ കറക്റ്റ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൻ്റെ മീൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ലഭ്യമാണ്. പക്ഷേ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിലെ ഏതോ ഒരു ഐറ്റം തെറ്റായിട്ട് എടുത്തപ്പോൾ ആണ് ആ മീൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് 28 എന്നുള്ള ഫിഗർ നമ്മൾ കാൽക്കുലേഷനായിട്ട് എടുത്തപ്പോൾ 82 എന്നെടുത്താണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ സീരീസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഫിഗേഴ്സ് തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന മീൻ യഥാർത്ഥ മീൻ അല്ല. അപ്പം അത് പിന്നീടാണ് അങ്ങനെ ഒരു തെറ്റുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ ആ ശരിയായ ഫിഗർ ഉപയോഗിച്ച് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ മീൻ ലഭിക്കൂ. അതാണ് കറക്ഷൻ ഇൻ മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്ത മീൻ ഒന്നോ രണ്ടോ ഫിഗേഴ്സ് നമ്മൾ റോങ് ആയിട്ട് എടുത്തതുകൊണ്ട് തെറ്റിപ്പോയിരിക്കുകയാണ്. അത് യഥാർത്ഥ ഫിഗേഴ്സ് ഏതാണോ അത് ഉപയോഗിച്ച് നമ്മളുടെ മീൻ കറക്റ്റ് ചെയ്യണം. അതിനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ആദ്യം ടോട്ടൽ വാല്യൂവിൽ നിന്നും ഇൻകറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്ട്രാക്റ്റ് ചെയ്യുക. അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുക. അതിനുശേഷം കിട്ടുന്ന ടോട്ടൽ വാല്യൂവിനെ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മീൻ ലഭിക്കും. ടോട്ടൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ വാല്യൂ എന്ന് പറയുമ്പോൾ മീനിൻ്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുക. മീൻ എന്ന് പറയുക എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ആണ്. അപ്പോൾ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു എൻ എന്നാണ്. അങ്ങനെ കിട്ടുന്ന ടോട്ടൽ വാല്യൂവിൽ നിന്നും ഇൻകറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ലെസ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ നമുക്ക് കിട്ടുന്ന, അതായത് കറക്റ്റ് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു ഇൻകറക്റ്റ് സിഗ്മ എക്സ് മൈനസ് ഇൻകറക്റ്റ് ഐറ്റം പ്ലസ് കറക്റ്റ് ഐറ്റം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അതിനെ
n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് കറക്റ്റ് മീൻ ഈസ് ഈക്വൽ ടു കറക്റ്റ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n. കറക്റ്റ് മീൻ കാണുന്നതിനുള്ള ഇക്വേഷനെ ഒന്ന് പരിചയപ്പെടാം. കറക്റ്റ് മീൻ ഈസ് ഈക്വൽ ടു കറക്റ്റ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n എന്നാണ്. കറക്റ്റ് മീൻ ഈസ് ഈക്വൽ ടു കറക്റ്റ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n. ഇനി എങ്ങനെയാണ് കറക്റ്റ് സിഗ്മ എക്സ് കാണുക? ശരിയായ സിഗ്മ എക്സ് കറക്റ്റ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു ഇൻകറക്റ്റ് സിഗ്മ എക്സ്. ഇൻകറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മീനിൻ്റെയും നമ്പർ ഓഫ് ഐറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മീനും നമ്പർ ഓഫ് ഐറ്റംസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകറക്റ്റ് സിഗ്മ എക്സ് കിട്ടുക. ഇൻകറക്റ്റ് സിഗ്മ എക്സ് മൈനസ് റോങ് ഐറ്റം, അതായത് നമ്മൾ തെറ്റായിട്ട് എടുത്തിരിക്കുന്ന ഐറ്റം. ഒരൈറ്റമേ ഉള്ളെങ്കിൽ ഒരെണ്ണം എടുക്കുക, ഒന്നിലധികം ഉണ്ടെങ്കിൽ ഒന്നിലധികമുള്ള ഐറ്റംസും എടുക്കുക. ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നിന്ന് റോങ് ഐറ്റം കുറച്ചതിന് ശേഷം പ്ലസ് കറക്റ്റ് ഐറ്റം ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റ് സിഗ്മ എക്സ് കിട്ടുക. ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നിന്നും റോങ് ഐറ്റം ലെസ് ചെയ്യുക, കറക്റ്റ് ഐറ്റം ആഡ് ചെയ്യുക. തുടർന്ന് കറക്റ്റ് മീൻ കാണുക, കറക്റ്റ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ശരിയായിട്ടുള്ള മീൻ ലഭിക്കും. അതാണ് നമ്മളുടെ കറക്റ്റ് മീൻ എന്ന് പറയുക. ഇവിടെ കറക്റ്റ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. 100 സ്റ്റുഡൻസിൻ്റെ മീൻ മാർക്കാണ്, അത് 50 ആണ്. അപ്പം മീൻ എന്ന് പറയുക 50 ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് n എന്ന് പറയുന്നത് 100 ആണ്. മീൻ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീടാണ് തിരിച്ചറിഞ്ഞത് സ്കോർ 87 എന്നുള്ളത് 78 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 87 ആണ്. ഇൻകറക്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 78 ആണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് മീൻ കണ്ടെത്തുക. ഇവിടെ ഇൻകറക്റ്റ് സിഗ്മ എക്സ് ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻകറക്റ്റ് സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ
എൻ. അതാണ് മീനിൻ്റെ ഇക്വേഷൻ. അതിൽ നിന്ന് സിഗ്മ എക്സ് എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ്. മീൻ തെറ്റായതുകൊണ്ട് ഇവിടുത്തെ ഇൻകറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ആണ്. ദെയർഫോർ സിഗ്മ എക്സ് ഇൻകറക്റ്റ് സിഗ്മ എക്സ്. ഇൻകറക്റ്റ് സിഗ്മ എക്സ്. ഇൻകറക്റ്റ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു എൻ ഈസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയുന്നത് 50 ആണ്. 50 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 5000. ഇതാണ് ഇൻകറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറയുക. റോങ് ഐറ്റം എന്ന് പറയുന്നത് 78 ആണ്. കറക്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 87 ആണ്. ആയതിനാൽ കറക്റ്റ് മീൻ കറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറയുക. കറക്റ്റ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു ഇൻകറക്റ്റ് സിഗ്മ എക്സ്, ദാറ്റ് ഈസ് 5000 മൈനസ് റോങ് ഐറ്റം 78 പ്ലസ് കറക്റ്റ് ഐറ്റം 87 ഈസ് ഈക്വൽ ടു അതിൻ്റെ റിസൾട്ട് കിട്ടുക 5009. ഇതാണ് കറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറയുക. 87 എടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 78 എടുത്താണ് കാൽക്കുലേഷൻ നടത്തിയത്. ആയതിനാലാണ് മീൻ തെറ്റായി ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കറക്റ്റ് സിഗ്മ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി തുടർന്ന് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കറക്റ്റ് മീൻ ഈസ് ഈക്വൽ ടു കറക്റ്റ് മീൻ ഈസ് ഈക്വൽ ടു കറക്റ്റ് സിഗ്മ എക്സ്. കറക്റ്റ് സിഗ്മ എക്സ് നമ്മളിപ്പോൾ കണ്ടെത്തി. 5009 ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് 100 തന്നെയാണ്. ഈസ് ഈക്വൽ ടു 50.09. 50.09 ആണ് കറക്റ്റ് മീൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മീൻ എന്ന് പറയുക 50 ആയിരുന്നു. ഒരൈറ്റം തെറ്റായി എടുത്തതുകൊണ്ടാണ് നമുക്ക് 50 മീൻ ലഭിച്ചത്. യഥാർത്ഥ മീൻ എന്ന് പറയുന്നത് 50.09 ആണ്. 78ൻ്റെ സ്ഥാനത്ത് 87 എടുത്ത് കറക്റ്റായിട്ടുള്ള ഫിഗർ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ശരിയായ മീൻ എന്ന് പറയുന്നത് 50.09 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ 500 വർക്കേഴ്സിൻ്റെ മെയിൻ വേജാണ് തന്നിരിക്കുക. എൻ എന്ന് പറയുന്നത് 500, മീൻ എന്ന് പറയുക 200 ആണ്. അത് ഇൻകറക്റ്റ് മീനാണ്. കാരണം $80 and $220 എന്നെടുക്കേണ്ടതിന് പകരമായി 180 and 20
എന്നാണ് എടുത്തത്. ആയതിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മീൻ ഇൻകറക്റ്റ് ആണ്. അത് കറക്റ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത 2 റോങ് ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. തുടർന്ന് കറക്റ്റ് മീനിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യാവുന്നതുമാണ്.